എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 1 മന്ത് എക്സ്പീരിയൻസ്? പക്ഷേ ഈ ഒരു മാസം കൊണ്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രീൻ ആയി. ഒരു എന്നാലും ഈ മാസത്തെ ഫിനാൻഷ്യൽ ഇയർ ഇമ്പാക്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ ഇമ്പാക്ട് എന്തായിരിക്കും അല്ലേ? എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു ഗൈഡൻസ് തന്നെയായിരുന്നു ഈ ഒരു മാസം കൊണ്ട് കിട്ടിയത്. താങ്ക് യു. ആഷിഖ് ബ്രോ. എനിക്ക് പറഞ്ഞാൽ ഓരോ വട്ടം ഡൗൺലോഡ് വരുമ്പോൾ പേടി മാറി അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു തിരിച്ചറിവാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. എല്ലാം നമുക്ക് ഓവറോൾ ഒരു വ്യൂ എന്തായാലും എൻ്റെ മാറിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഇത്രയും വലിയ ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് നിങ്ങളുടെ ഉള്ളംകൈയിലേക്ക് ഞാൻ വെച്ച് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഫിൻമാർക്കിനോട് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ ലൈവ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കണ്ടിട്ടില്ല. ഇപ്പൊ പച്ചണ്ടില്ലേ? ഈ ഒരു മാസം പച്ചാണ്ട് കൺസിസ്റ്റൻസി വന്ന് ഓവർ ട്രേഡിംഗ് ഒഴിവായി. വിപിൻ ബ്രോ. എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. മനോജ് ബ്രോ. 5 ഡേയ്സ് ഗ്രീനില് കണ്ടിട്ടേ ഇല്ല. അത് ആദ്യമായിട്ട് കാണുന്നത് ശരിക്കും ഈ ഒരു മാസമാണ്. സത്യം പറഞ്ഞാൽ ഓവറോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇൻഡെക്ഷൻ നോക്കത്തില്ല. ഒരു ഫ്രീഡം ആണ് ഇപ്പൊ. സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ഒത്തിരി കോംപ്ലിക്കേറ്റ് ഇല്ലാണ്ട് വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ഫിനാൻഷ്യലി ഫ്രീഡം ആണ്. അതുപോലെ തന്നെ മെന്റലി ഫ്രീ ആണ്. അതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രാറ്റജി നമുക്ക് കുറച്ചും കൂടെ വിഷൻ മുന്നോട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഓൺലൈനിൽ ഒരു കോഴ്സ് എടുക്കുന്നത് സംബന്ധിച്ചോളം ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ഗൈസ്.